ഓട്ടുപാറ സ്ഥിരം അപകട മേഖലയാകുന്നു. ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വീണ്ടും കാൽനടയാത്രക്കാരനായ വയോധികനെ ഇരുചക്ര വാഹനമിടിച്ച് സാരമായി പരിക്കേറ്റു. പ്രദേശത്തെ സീബ്ര ലൈനുകൾ മാഞ്ഞുപോയതാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണമായി പറയുന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് നെല്ലുവായ് സ്വദേശി 65-കാരനെ ഇരുചക്ര വാഹനം ഇടിച്ചത്. ബസ് സ്റ്റാൻഡ് പരിസരത്തെ സീബ്ര ലൈനുകളും വെള്ളവരകളും വാഹന ഡ്രൈവർമാർക്ക് കാണാൻ സാധിക്കാത്ത വിധം മാഞ്ഞുപോയതാണ് പ്രധാനമായും ബസ് സ്റ്റാൻഡ് പരിസരം അപകട മേഖലയാകാൻ കാരണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. മേഖലയിൽ സീബ്ര ലൈനുകളും വെള്ളവരകളും പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവിഷൻ കൗൺസിലർ PN വൈശാഖ് രംഗത്തെത്തി. ഇരുചക്ര വാഹനം ഇടിച്ച് ഗുരുതര പരിക്കേറ്റ നെല്ലുവായ് സ്വദേശി 65-കാരനായ അപ്പുവിനെയും ഇരുചക്ര വാഹന യാത്രികയെയും വടക്കാഞ്ചേരി ആക്ട്സ് ആംബുലൻസ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ മാസമാണ് 96-കാരനായ വയോധികൻ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ബസ് ഇടിച്ച് മരിച്ചത്. കഴിഞ്ഞ ദിവസം മേഖലയിൽ ബസ് കാലിലൂടെ കയറി ഗുരുതര പരിക്കേറ്റ വയോധിക മരിച്ചിരുന്നു. ദിവസങ്ങൾക്ക് മുൻപാണ് റോഡരികിൽ നിന്നിരുന്ന യുവാവിനെ സ്വകാര്യ ബസ് തട്ടിത്തെറിപ്പിച്ചത്. ബസ് സ്റ്റാൻഡിന് മുന്നിൽ സ്വകാര്യ ബസ് ഇടിച്ച് ഇരുചക്ര വാഹന യാത്രികന്റെ കാലൊടിഞ്ഞ സംഭവം കഴിഞ്ഞിട്ടും ഏറെ നാളായിട്ടില്ല. ഓട്ടുപാറ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തും അതുപോലെ വാഴാനി റോഡിൽ ഹോളി ആശുപത്രി പരിസരത്തും സീബ്ര ലൈനുകളില്ല. അതുപോലെ റോഡിൻ്റെ 2 സൈഡ് വെള്ളവരകളും മാഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് വ്യാപകമായിട്ടിപ്പോൾ ആക്സിഡൻറ്റിൻ്റെ ഒരു സോണായി മാറിയിരിക്കുകയാണ് ഓട്ടുപാറ ടൗൺ പരിസരം.